രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾ ദുരന്തമാണ് വയനാട് മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ സംഭവിച്ചത്. 298 മനുഷ്യജീവനുകൾ പൊലിഞ്ഞ ഈ ദുരന്തത്തിൽ നിരവധി ആളുകളുടെ ജീവനോപാധിയും അവരുടെ വീടുകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു. ദുരന്തം കഴിഞ്ഞ് ഒരു വർഷം പിന്നിടുമ്പോഴും ഈ ദുരന്തബാധിതർ വിവിധ ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പകൾ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തമായ തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിട്ടില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഹൈക്കോടതി രൂക്ഷമായ രീതിയിലാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചത്. 3 ആഴ്ചത്തെ സാവകാശം കൂടിയാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ നിന്നും തേടിയിരിക്കുന്നത്. ഏത് മന്ത്രാലയമാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിൽ വ്യക്തത കുറവുണ്ടെന്നാണ് ഈ ഹൈക്കോടതിയിൽ ഹാജരായ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ അറിയിച്ചത്. അതേസമയം സ്വമേധയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ കേസെടുത്തത്. കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ഈ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ നേരത്തെ കേരള ബാങ്ക് സ്വീകരിച്ച മാതൃക എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന് സ്വീകരിക്കാൻ കഴിയുന്നില്ലേ എന്നൊരു വിമർശനവും ഹൈക്കോടതി ഉന്നയിക്കുകയുണ്ടായി. ഏതായാലും ഈ വിഷയത്തിൽ കേരളം നേരത്തെ സംസ്ഥാനം ആവശ്യപ്പെട്ട സ്പെഷ്യൽ പാക്കേജിൻ്റെ കാര്യത്തിലും ഇതുവരെ വ്യക്തമായ ഒരു തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടില്ല. 720 കോടി രൂപ കേന്ദ്ര ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് അനുവദിച്ചെങ്കിലും അതിന് ഒരു വർഷത്തെ സാവകാശവും നൽകി വളരെ വേഗത്തിൽ ചിലവഴിക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെടുകയുണ്ടായി. നമുക്കറിയാം, ഈ ദുരന്തം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഈ വയനാട്ടിലെത്തി ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ചു, ഹെലികോപ്റ്റർ മാർഗം സന്ദർശിച്ചു, ദുരന്തങ്ങൾ നേരിട്ട് വിലയിരുത്തിയതാണ്. അതിനുശേഷം ഈ ദുരന്തബാധിതരെ അവർ ചികിത്സ തേടിയ ആശുപത്രികളിലെത്തി ആശ്വസിപ്പിക്കുകയും ചെയ്തു. കൽപ്പറ്റയിൽ നടന്ന ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിൽ കൃത്യമായ രീതിയിൽ പറഞ്ഞു, ഒരു തരത്തിലുമുള്ള ആശങ്കയും വേണ്ട, കേന്ദ്ര സർക്കാർ കൃത്യമായ സഹായം ഈ ദുരന്തബാധിതർക്ക് നൽകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഒരു വർഷമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വ്യക്തമായ ഒരു ധനസഹായം ഇതുവരെ കിട്ടിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോഴാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഹൈക്കോടതി രംഗത്ത് വരികയും ചെയ്തത്. ഏതായാലും 3 ആഴ്ചത്തെ സാവകാശം എന്തായാലും ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. 3 ആഴ്ച കഴിഞ്ഞാൽ വ്യക്തമായൊരു തീരുമാനം എന്തായാലും കേന്ദ്ര സർക്കാർ ഈ വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ അറിയിക്കണം. 35 കോടിയിലേറെ രൂപയാണ് നിലവിൽ ഈ ദേശസാൽകൃത ബാങ്കുകളിലായി മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള 3 വാർഡുകളിലെ ജനങ്ങൾ വായ്പയായി എടുത്തിട്ടുള്ളത്. ഇവർ നിലവിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജോലിയും നഷ്ടപ്പെട്ട്, ജീവനോപാധിയും നഷ്ടപ്പെട്ട്, ഒരായുസിൻ്റെ അധ്വാനം കൊണ്ട് നേടിയെടുത്ത സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ട് പല ദിക്കിലായി ജീവിക്കുകയാണ്. ഇത്തരത്തിൽ ബാങ്കുകളിൽ നിന്ന് ഇവർക്ക് പലതരത്തിലുള്ള ഭീഷണികളും ഉണ്ടായിരുന്നു. നോട്ടീസ് അടക്കം അയച്ചു പലതരത്തിലുള്ള ഭീഷണികൾ നേരിടുന്ന അവസരത്തിലാണ് ഇവരുടെ വായ്പകൾ എഴുതിത്തള്ളണമെന്ന് സംസ്ഥാന സർക്കാർ നിരന്തരം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ നൽകേണ്ട ഈ പാക്കേജും, കേരളം ആവശ്യപ്പെട്ട 2000 കോടി രൂപയുടെ പാക്കേജും അടിയന്തരമായി അനുവദിക്കണമെന്നും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദുരന്തബാധിതരെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ. പക്ഷേ ഈ വായ്പയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഈ ദുരന്തബാധിതർ നിലവിൽ ആശങ്കയിൽ കഴിയുന്നത്. ഒരു തരത്തിലും തിരിച്ചടയ്ക്കാൻ കഴിയാത്ത തരത്തിലാണ് ഈ കൂട്ടർ ഇപ്പോഴും ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഈ ദുരന്തബാധിതരെ സഹായിക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയം മറന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ ഈ 3 വാർഡുകളിലായി വലിയ ദുരന്തം നേരിട്ട ഈ ജനങ്ങൾ അതിജീവിച്ച് ഇപ്പോൾ ജീവിക്കുന്ന ഈ ജനങ്ങൾ അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിലേക്കുള്ള പ്രയാണത്തിന് കരുത്തായി മാറണമെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനമെടുക്കണം. സർക്കാരിൻ്റെ നടപടിയിൽ കടുത്ത വിമർശനവും ദുരന്തബാധിതർ ഉന്നയിക്കുന്നുണ്ട്. ഇതിൻ്റെ സ്ഥിതിഗതികളെല്ലാം തന്നെ വിലയിരുത്തിയ പ്രധാനമന്ത്രി ദുരന്തബാധിതരെ അവഹേളിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നുവെന്നാണ് ദുരന്തബാധിതർ വിമർശനമായി ഉന്നയിക്കുന്നത്.
ഏതായാലും രാഷ്ട്രീയം മറന്ന് കേന്ദ്ര സർക്കാർ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി വയനാട്ടിലെ ജനത കാത്തിരിക്കുകയാണ്.